Meet the editors. നിലമ്പൂർ ചൂണ്ടുപലകയാകുമോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന ഏക ഉപതെരഞ്ഞെടുപ്പ് നിലവിലെ സാഹചര്യത്തിൽ എന്ന് കണക്കാക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതൊരു ചൂണ്ടുപലകയാകുമോ എന്നാണ് നമ്മുടെ ചോദ്യം. നിശ്ചയമായിട്ടും അത് വളരെ സുപ്രധാനമായൊരു തിരഞ്ഞെടുപ്പായി മാറുമെന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. കേരളത്തിലെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ സംബന്ധിച്ച് ഏകദേശ സൂചന നൽകുന്ന ഒരു ഫലം തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 4 ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട്. തൃക്കാക്കരയിൽ പി.ടി. തോമസ് മരിച്ചു, ഉമാ തോമസ് അവിടെ മത്സരിച്ചു, വിജയിച്ചു. പിന്നീട് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി മരിച്ചു, ചാണ്ടി ഉമ്മൻ മത്സരിച്ചു, വിജയിച്ചു. അപ്പോൾ അവിടെയൊക്കെ ഈ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ പാലക്കാടാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും അതത് മുന്നണികൾ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയാണ് ചെയ്തത്. എന്നാൽ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിനൊരു സവിശേഷതയുണ്ട്. എന്താണ് ആ സവിശേഷത? അത് ഏത് മുന്നണിയിലേക്ക് വേണമെങ്കിലും ചായാം. അങ്ങനൊരു സാധ്യത ആ മണ്ഡലം നിലനിർത്തുന്നുണ്ട്. ഇപ്പം നമുക്ക് നോക്കാമല്ലോ, 6 തവണ ആര്യാടൻ മുഹമ്മദിനെ വിജയിപ്പിച്ച മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. ആ അർത്ഥത്തിൽ UDFിൻ്റെ ഒരു ബാസ്റ്റ്യനാണ്, കോൺഗ്രസിൻ്റെ ഒരു ബാസ്റ്റ്യനാണ് നിലമ്പൂർ മണ്ഡലം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. പക്ഷേ 2016 എന്താ സംഭവിച്ചത്? 2016 PV അൻവർ എന്ന സ്വതന്ത്രനെ ഇറക്കിയിട്ടൊരു പരീക്ഷണം നടത്തുന്നു CPM-ഉം LDFും. ആ പരീക്ഷണോടെ വിജയിച്ചു. അങ്ങനെ LDF ആ മണ്ഡലം പിടിച്ചെടുത്തു, അല്ലേ? 11,500 വോട്ടിനാണ് PV അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് 2016 വിജയിക്കുന്ന ആധികാരികമായ വിജയമാണ്, ഒരു സംശയവും വേണ്ട. 2021 അൻവർ വീണ്ടും വിജയിക്കുകയാണ്. അപ്പോൾ നോക്കൂ, 6 തവണ ആര്യാടൻ മുഹമ്മദിനെ വിജയിപ്പിച്ചു വിട്ട നിലമ്പൂർ മണ്ഡലം കഴിഞ്ഞ 2 തവണ LDFിനെയാണ് വിജയിപ്പിച്ചു വിട്ടത്. ആ അർത്ഥത്തിൽ 2 മുന്നണികൾക്കും സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ ആര് ജയിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനിയിപ്പം നമുക്ക് നോക്കാം UDFിന് അവിടെ എത്ര സാധ്യതയുണ്ട് എന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആദ്യത്തെ ഘടകം തന്നെ UDFിന് അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ്. 6 തവണ ആര്യാടൻ മുഹമ്മദ് അവിടെ വിജയിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ UDFിന് വളരെ കോൺഫിഡൻ്റായി മത്സരിക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ. എന്നു മാത്രവുമല്ല, ഒന്നാമത്തെ അനുകൂലമായ ഘടകം എന്താണ്? ആരാണ് UDFിനെ അവിടെ തറപറ്റിച്ചത്? PV അൻവറാണ് 2016. ആ PV അൻവർ ഇപ്പോൾ എവിടെയാണ്? PV അൻവർ ഇപ്പോൾ UDFിനോടൊപ്പമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായി PV അൻവറിനെ പോലൊരു നേതാവ് മറുകണ്ഠത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ അനുകൂലമായിട്ട് UDFിന് അവിടെ ഭവിക്കേണ്ടതാണ്. അപ്പോൾ UDFിന് അത് മുതലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമതൊരു ഫാക്ടറുണ്ട്. 2021 2700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ PV അൻവർ വിജയിച്ച് കയറുന്നത്. ആ സമയത്ത് 2021 അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. അയാൾ SDPIയുടെ ബാബുമണി എന്ന സ്ഥാനാർത്ഥിയാണ്. SDPIയുടെ ബാബുമണി അവിടെ പിടിച്ച എത്ര വോട്ടാണെന്നറിയാമോ? 3281 വോട്ട് SDPI 2021 നിലമ്പൂർ മണ്ഡലത്തിൽ പിടിച്ചു. എന്നാൽ ഇപ്പോൾ SDPIയുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താ? SDPIയുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് പാലക്കാട് നമ്മൾ കണ്ടതുപോലെ UDFിന് അനുകൂലമായിട്ടാണ്. അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ചു വന്നപ്പോൾ അതിൻ്റെ ക്ലെയിം വെച്ചുകൊണ്ട് പ്രകടനം നടത്തിയില്ലേ? അപ്പം ബാബുമണി 3281 വോട്ട് പിടിച്ചു മാറ്റുമ്പോഴാണ് 2700 വോട്ടിന് അവിടെ PV അൻവർ ജയിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ SDPI എന്ന് പറയുന്ന ആ സംഘടന UDFിന് അനുകൂലമായി നിലപാടെടുത്താൽ അതും അനുകൂലമായ ഘടകമാണ്. ആ അർത്ഥത്തിൽ 2 ഘടകങ്ങൾ അനുകൂലമായിട്ട് ഇപ്പോൾ തന്നെ നിലമ്പൂരിൽ UDFിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് PV അൻവറിൻ്റെ സാന്നിധ്യം, 2 SDPIയുടെ അനുകൂലമായ UDF അനുകൂലമായ നിലപാട്. അപ്പോൾ ആ അർത്ഥത്തിൽ UDF ഇവിടെ വിജയിച്ചു വരേണ്ടതാണ്. അനിവാര്യമായും UDFിന് വിജയിക്കാവുന്ന ഒരു സാഹചര്യവും അവിടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ആൻറ്റി ഇൻകമ്പൻസി അടക്കമുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വിടുന്നു. അപ്പോൾ പോലും പൊളിറ്റിക്കലി ഡാറ്റാ ബേസ്ഡ് ആയിട്ട് നമുക്കിങ്ങനെ കണക്ക് നോക്കുമ്പോൾ UDFിന് അനുകൂലമായിട്ട് ശക്തമായ 2 ഘടകങ്ങൾ അവിടെ ഉണ്ട്. എന്നാൽ UDF ഇപ്പോൾ നിലമ്പൂർ ഒരു കീറാമുട്ടി പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. 2 സ്ഥാനാർത്ഥികളാണല്ലോ അവസാന വട്ടം ചർച്ചയിൽ നിൽക്കുന്നത്. ഒന്ന് VS ജോയിയും ഒന്ന് ആര്യാടൻ ഷൗക്കത്തും. ഇവരിൽ 2 ആരെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കേണ്ടത് എന്ന വലിയ ആശയക്കുഴപ്പത്തിലാണ് UDFും കോൺഗ്രസും അവിടെ ഉള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനാണ് മത്സരിപ്പിക്കുന്നത് എങ്കിൽ VS ജോയി പക്ഷം കാലുവാരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ VS ജോയിയാണ് മത്സരിക്കുന്നതെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പക്ഷം കാലുവാരാൻ സാധ്യതയുണ്ട്. ആര്യാടൻ കോൺഗ്രസ് എന്നൊരു വേറൊരു പാർട്ടി കൂടി യഥാർത്ഥത്തിൽ ആ കോൺഗ്രസിനുള്ളിൽ തന്നെ നിലമ്പൂരുണ്ട്. ഞാനൊരു കാര്യം പറയാം, 2700 വോട്ടിനാണ് 2021 PV അൻവർ വിജയിക്കുന്നത്. അന്ന് VV പ്രകാശാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തലുണ്ട്, ഉള്ളിൽ നിന്ന് തന്നെ ഒരു വിലയിരുത്തലുണ്ട്. അവിടെ ആര്യാടൻ കോൺഗ്രസ് അഥവാ ആര്യാടൻ ഷൗക്കത്ത് പക്ഷം കാലുവാരിയിട്ടാണ് ആ തോൽവി ഉണ്ടായതെന്നൊരു വിലയിരുത്തലുണ്ട്. അപ്പോൾ അത് 2025 നടക്കാനിരിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇവരിൽ ആര് സ്ഥാനാർത്ഥിയായാലും സംഭവിക്കുമെന്ന ആശങ്കയുണ്ട്. ഈ ആശങ്ക കോൺഗ്രസിന് മാത്രമല്ല ഉള്ളത്,
ലീഗിന് ഈ ആശങ്ക വളരെ ശക്തമാണ്. ലീഗ് ഇപ്പോൾ 3 ഭാഗമായിട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കണമെന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട്, അതേപോലെ VS ജോയിയെ മത്സരിപ്പിക്കണമെന്ന് പറയുന്ന മറുപക്ഷമുണ്ട്. ഇവർ രണ്ടുപേരും മത്സരിച്ചാലും പരസ്പരം കാലുവാരാനുള്ള സാധ്യതയുണ്ട്, മൂന്നാമതൊരു സ്ഥാനാർത്ഥി ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗവും ലീഗിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതും വിജയപരാജയത്തെ നിശ്ചയിക്കാൻ പോകുന്ന ഒരു ഘടകം തന്നെയായിരിക്കും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ 2025 നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ 2026 എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബാലികേറാ മലയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്, ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂർ പോയൊരു പ്രസംഗം നടത്തിയല്ലോ. ആ പ്രസംഗത്തിനകത്ത് കൃത്യമായ വർഗീയ വിദ്വേഷമാണല്ലോ നിലമ്പൂരിൽ അദ്ദേഹം പ്രസംഗിച്ചത്. ഈ നിലമ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്താ? മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. 45% അവിടെ ഹിന്ദുക്കൾ, 43% ഉള്ളൂ അവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, 11% ക്രിസ്ത്യാനികളുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. പക്ഷേ എന്താ, 45% ഹിന്ദുക്കളുള്ളൊരു മണ്ഡലം, 43% മുസ്ലിങ്ങളുള്ളൊരു മണ്ഡലം, ചെറിയ വ്യത്യാസമുള്ള 2%. പക്ഷേ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2% വളരെ പ്രധാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ 45% ഹിന്ദുക്കളുള്ളൊരു മണ്ഡലത്തിൽ പോയിട്ട് വളരെ പെട്ടെന്ന് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസംഗം നടത്തണം. അദ്ദേഹം ആ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ഇങ്ങോട്ടേക്ക് വരാറില്ല, പക്ഷേ ഇന്നിപ്പോൾ വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രസംഗം നടത്തുന്നത്. നമ്മളൊന്ന് കൂട്ടിവായിച്ചേ. ഈ വിദ്വേഷ പ്രസംഗത്തിന് ശേഷം പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്നെ സ്വീകരണ ചടങ്ങിൽ പോയിട്ട് അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തെ പൂഴ്ത്തി പറയുകയും ചെയ്തല്ലോ. കൃത്യമല്ലേ രാഷ്ട്രീയം? എന്താണ് ആ രാഷ്ട്രീയം? നമ്മൾ വിചാരിക്കുന്നത് ഈ പറയുന്ന മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഹിന്ദു വികാരം ഉണർത്തി അവിടെ പോയിട്ട് NDA മുന്നണിക്ക് അനുകൂലമായൊരു അന്തർധാര ഉണ്ടാക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിഡ്ഢികളാകുന്ന ഒരു വിലയിരുത്തലായി പോകും. മറിച്ച് വേറൊരു പ്രോജക്റ്റ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. എന്താ പ്രോജക്റ്റ്? അവിടെ മുസ്ലിങ്ങൾക്കെതിരായിട്ടൊരു ഹിന്ദു വികാരം ഉണ്ടാക്കിയാൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മുന്നണി ഏതാ? UDF മുന്നണിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഹിന്ദുക്കൾ എന്ത് നിലപാടെടുക്കും? UDFന് അനുകൂലമായ നിലപാടെടുക്കുമോ? നിലപാടെടുക്കില്ല. അപ്പോൾ ആ വോട്ട് എങ്ങോട്ടാ പോവുക? ആ വോട്ട് പോകേണ്ടത് LDFിലേക്കാണ്. അതായത് മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്ന പിണറായിയുടെ പാർട്ടിയിലേക്ക് ഹിന്ദു വോട്ട് ഷിഫ്റ്റ് ചെയ്യുമോ എന്നതിൻ്റെ ആദ്യത്തെ പരീക്ഷണം നടക്കാൻ പോകുന്നത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് 2024 ഇടതുപക്ഷത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്ത ഹിന്ദു വോട്ട് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം വിരോധത്തെ മുൻനിർത്തി അതിനെ പിന്തുണയ്ക്കുന്ന പിണറായിലേക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള രാഷ്ട്രീയ പരീക്ഷണമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് 2021 അവിടെ മത്സരിച്ചത് BJP ആണ്. BJP മത്സരിച്ചപ്പോൾ BJP കിട്ടിയ വോട്ട് 8500. 2016 നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ച ആരാണെന്നറിയാവോ? NDAയുടെ ഭാഗമായിട്ട് BDJS. BDJSന് എത്ര വോട്ടാണ് കിട്ടിയെന്നറിയാവോ? 12500. അപ്പോൾ 2016 BDJS നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കിട്ടുന്നത് 12500. 2021 തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ BJP അവിടെ മത്സരിക്കുമ്പോൾ കിട്ടുന്നത് 8500. ഒരു 4000 വോട്ടിൻ്റെ കുറവുണ്ടല്ലോ. ഈ 4000 വോട്ട് എങ്ങോട്ട് പോയി? ആ 4000 വോട്ട് ആവിയായി പോകില്ലല്ലോ. അത് എവിടേക്കെങ്കിലും പോൾ ചെയ്യപ്പെടണം. അത് പോൾ ചെയ്യപ്പെട്ടത് കഴിഞ്ഞ പ്രാവശ്യം PV അൻവറിന് അനുകൂലമായിട്ടാണേ, CPMന് അനുകൂലമായിട്ടാണ്. 2021 ഇടതുപക്ഷത്തിനൊപ്പമാണ് SNDPയുടെ മനസ്സ്, അതുപോലെ തന്നെ പിന്നെ ഈഴവ മനസ്സ്. 2024 ആകുമ്പോഴാണ് സിറ്റുവേഷനൊക്കെ മാറുന്നത്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പരീക്ഷണം കൂടി നിലമ്പൂരിൽ നടക്കാൻ പോവുകയാണ്. അങ്ങനെ നടക്കുകയും ഇടതുപക്ഷം വിജയിക്കുകയും ചെയ്താലുണ്ടല്ലോ പിന്നെ 2026 റിസൾട്ടിനെ വിലയിരുത്താൻ നമുക്ക് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. കാരണം എന്താ? ആ പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഓപ്പറേഷനാണ് നിലമ്പൂരും ചേർത്തലയിലുമായി കഴിഞ്ഞ ആഴ്ച നടന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി പറയാം. അവിടെ ക്രിസ്ത്യൻ പിന്നെ വോട്ടിംഗ് പോപ്പുലേഷൻ എത്രയാണ്? 10.8%. 11% എന്ന് വെക്കാം. 11% എന്ന് പറഞ്ഞാൽ വളരെ ഫോർമിഡബിൾ ആയിട്ടുള്ളൊരു വോട്ടിംഗ് ഫോഴ്സ് അല്ലേ? ആ വോട്ടിംഗ് ഫോഴ്സ് ഇപ്രാവശ്യം എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ലീഗ് നിൽക്കുന്ന ഒരു മുന്നണിയിൽ മുനമ്പം പ്രശ്നം നിൽക്കുമ്പോൾ ക്രിസ്ത്യൻസ് BJPക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ വോട്ട് ഇടതുപക്ഷത്തിലേക്ക് പോകുമോ എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ആ വോട്ട് കൂടി ഇടതുപക്ഷത്തിലേക്ക് പോയാൽ പിന്നെ ക്ലിയറാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ജാതി സമവാക്യങ്ങൾ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കാൻ പോകുന്നു എന്നതിൻ്റെ പരീക്ഷണശാലയാണ് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. അതാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നടക്കാനിരിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയം എങ്ങോട്ട് സഞ്ചരിക്കാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ദിശാസൂചിയായിരിക്കും. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളവും LDFനെ സംബന്ധിച്ചിടത്തോളവും ഒരുപോലെ പ്രധാനവും നിർണായകവുമാണ് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വ്യക്തമായ സൂചന നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ചൂണ്ടുപലകയാകുമോ എന്ന ചർച്ച തുടരുകയാണ്. നിലമ്പൂർ ചൂണ്ടുപലകയാകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും UDF മുന്നണിയെ സംബന്ധിച്ചും അതിലപ്പുറം PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ആ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ഒരു വർഷം നടക്കുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഉറപ്പായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഘടകമാകും. പക്ഷേ അതിനിടയിൽ മറ്റ്
തെരഞ്ഞെടുപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു ചൂണ്ടു പറയുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി മണ്ഡലവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിലമ്പൂർ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച കോട്ടയൊന്നുമല്ല. 1982 ടി.കെ. ഹംസ ഇടത് സ്ഥാനാർത്ഥിയായി വിജയിച്ച ശേഷം 6 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദ് ജയിച്ചു. അതിനുശേഷം 2016 ആ തുടരൻ വിജയങ്ങൾക്ക് തടയിട്ടുകൊണ്ട് PV അൻവർ എന്ന ഇടത് സ്വതന്ത്രൻ എത്തുന്നത്. അദ്ദേഹം അന്ന് 11,504 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പക്ഷേ 2021 എത്തുമ്പോൾ ആ ഭൂരിപക്ഷം എന്നുള്ളത് വെറും 2,700 ചുരുങ്ങുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് അൻവർ 2021 ചെറിയ വോട്ടിനാണ് LDF നിന്ന് വിജയിച്ചത്. അതായത് അവിടെ ഒരു UDF കോട്ടയാണ് അല്ലെങ്കിൽ UDF മണ്ഡലമാണെന്ന് തെളിയിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇത്. അതിലൊരു UDF സ്വഭാവമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. 2 തവണ തുടർച്ചയായി അൻവർ ജയിച്ചിട്ടുണ്ട്. അവസാന തവണ ഭൂരിപക്ഷം വളരെ ഗണ്യമായി കുറഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നിലമ്പൂർ ഒരു സൂചകമാണ് എന്ന് പറയുമ്പോഴും ഈ വിഷയം അവിടെ നിൽക്കുകയാണ്. ഇനി ഇപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് PV അൻവർ എന്ന MLA അവിടുത്തെ MLA സ്ഥാനം രാജിവെക്കുമ്പോൾ ഉന്നയിച്ചത് എന്നുള്ളതാണ് പ്രധാനം. അത് പോലീസിൻ്റെ സംഘ് പരിവാർ ബന്ധം പറഞ്ഞുകൊണ്ടാണ്. RSSുമായി ബന്ധമുണ്ടെന്നും RSSുമായി നടത്തിയ ചർച്ചകൾ, അതിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട്, മുഖ്യമന്ത്രിക്ക് അതിലുള്ള താല്പര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള താല്പര്യം, ഇതൊക്കെയാണ് തുടർച്ചയായി PV അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞതുപോലെ അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, അവിടെ ഹിന്ദു വോട്ടുമുണ്ട്, അവിടെ മുസ്ലിം ഹിന്ദു ഐക്യം നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ പോയി ഈ പറഞ്ഞ ഏത് സാമുദായിക നേതാക്കളും അവിടെ വന്ന് പ്രസംഗിച്ചതുകൊണ്ട് മറ്റൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതോട് ഞാൻ അതിന് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. കാരണം അത് വോട്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ഈഴവ വോട്ട് കിട്ടാൻ ആ പ്രസംഗം ഏതെങ്കിലും തരത്തിൽ സഹായിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നേരെ തിരിച്ചടിക്കാനാണ് സാധ്യത. അങ്ങനെയുള്ള ഒരു സമൂഹമല്ല അവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും അതിൽ മുസ്ലിം സ്ഥാനാർത്ഥി നിന്നാൽ തോൽപ്പിക്കാം എന്നൊരു നിലപാട് ഇല്ലാത്തൊരു മണ്ഡലം തന്നെയാണ്. അതിൽ ഈ പറയുന്ന സാമുദായിക ഘടകങ്ങൾ ഒക്കെ വേറെ വിഷയമായി വരുന്നുണ്ട്. പക്ഷേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഹിന്ദു സമൂഹം കടന്നു വരുന്ന ഒരു പ്രദേശമായി ഞാൻ അതിനെ കാണുന്നില്ല. UDFനെ സംബന്ധിച്ച് ഇപ്പോൾ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ള തർക്കം അവിടെ ഒരു ഘടകമായി നിൽക്കുന്നു എന്ന് പറയുന്നു. ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ പല പ്രസംഗങ്ങളിലായി PV അൻവറിനെ പുകഴ്ത്തിക്കൊണ്ട് വരുന്നുണ്ട്. PV അൻവർ രാജിവെച്ച ഘട്ടത്തിൽ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായി VS ജോയ് വരട്ടെ എന്നൊരു അഭിപ്രായം തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കണ്ടതാണ്. പിന്നീട് ഇപ്പോൾ ASSC ഒരു സർവേ ഒക്കെ നടത്തുന്നു. ആ സർവേയിൽ VS ജോയ് ആണ് ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥി എന്നൊരു ഒരു സർവേ ഫലമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പേര് പറയുമ്പോൾ അപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത് തൻ്റേതായ രൂപത്തിൽ ചില സമ്മർദ്ദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ആര്യാടൻ ഷൗക്കത്ത് നേരത്തെയും പല ഘട്ടങ്ങളിൽ നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ VV പ്രകാശിൻ്റെ പരാജയത്തിന് ഇടയാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. മാത്രമല്ല അവിടെ ഈ പലസ്തീൻ അനുകൂല പ്രകടനം വ്യത്യസ്തമായി, പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ സ്വന്തം രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ചില അനുയായികളുമായി നടത്തി. അതിനർത്ഥം അദ്ദേഹത്തിനൊരു അനുയായി വൃന്ദമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഒരു തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്ന രൂപത്തിലേക്ക്, അല്ലെങ്കിൽ അപ്പുറത്ത് VS ജോയ് ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ VS ജോയ് അങ്ങ് പരാജയപ്പെടുത്തുന്ന രൂപത്തിലേക്കൊക്കെ ശക്തമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ സംഭവിക്കില്ല. ഇനിയിപ്പോൾ VS ജോയ് ആണ്, ഇനി അതല്ല ആര്യാടൻ ഷൗക്കത്താണ്, ഈ 2 സ്ഥാനാർത്ഥികൾ നിന്നാലും അവിടെ വിജയസാധ്യതയുണ്ട്. VS ജോയ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ വിജയസാധ്യത എന്നതാണ് UDFന്റെ വിലയിരുത്തൽ എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാകുന്നത് ഇപ്പോൾ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സർക്കാരിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങൾ, ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊന്നും ബാധിക്കാത്ത ഒരു സാഹചര്യമല്ല ഉള്ളത്. അപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ എങ്ങനെ മാറി എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ടല്ലോ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇടത് സർക്കാർ, ഈ പിണറായി വിജയൻ സർക്കാർ എന്ത് തരത്തിലാണ് പ്രതിച്ഛായ മെച്ചപ്പെടുത്തിയത്? അങ്ങനെ ഒരു പ്രതിച്ഛായ മെച്ചപ്പെടുത്തലാണോ ഉണ്ടായിട്ടുള്ളത്, അതോ പ്രതിച്ഛായ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് എന്നൊരു വിലയിരുത്തൽ കൂടി വരും. തുടർച്ചയായ സമരകാലത്തിലൂടെയാണ് നമ്മൾ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആശാസമരം, ഈ ആശാസമരം ഇത്രയും ദിവസം 60 ദിവസം പിന്നിട്ടിരിക്കുന്ന ആ സമരത്തിനോട് സർക്കാർ കാണിക്കുന്ന സമീപനം, അത് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരിൽ നിന്ന് പോലും എതിരഭിപ്രായം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ വലിയ രൂപത്തിൽ ആ വിമർശനം അവിടെ നിൽക്കുന്നു. ആ സമരവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന നിർവികാരമായ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ കേട്ടതാണ്. അപ്പോൾ കേന്ദ്രത്തോട് പോയി ചോദിക്കേണ്ട ഒരു വിഷയമാണെന്ന രൂപത്തിൽ അത് പറയുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന സാഹിത്യകാരന്മാർ തന്നെ ഇപ്പോൾ അതിനോട് പ്രതികരിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കും. സാഹിത്യകാരന്മാർ എടുക്കുന്നതാണ് നിലപാട്, ഒരു പ്രധാന നിലപാട് എന്ന രൂപത്തിലല്ല ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരുടെ അഭിപ്രായം കൂടി മാറുന്ന രൂപത്തിലേക്ക് അത് എത്തിയിരിക്കുന്നു. വേറെയും ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. PP ദിവ്യയുമായി ബന്ധപ്പെട്ട സംഭവം, ഇപ്പോൾ ആ കേസ് CBIക്ക് വിടണമെന്നുള്ള ആവശ്യവുമായി മഞ്ജുഷ് പോവുകയാണ്. അപ്പോൾ അതിലേക്കും കാര്യങ്ങൾ എത്തുന്നു. അതിനോട് എടുത്തിരിക്കുന്ന സർക്കാരിൻ്റെ സമീപനം, അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നല്ല ഭരണം എന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടോ
രണ്ടാം പിണറായി സർക്കാർ? ഈ തുടർച്ചയായി PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പ്രതിഫലിച്ചിരിക്കുന്നു? PV അൻവർ ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അതിലിപ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാട്, അതിൽ കേസ് എടുക്കാമെന്ന് DGP പറയുമ്പോൾ പോലും ആ രൂപത്തിലേക്ക് പോകുന്നില്ല. ഒരു മാസം മുമ്പ് DGP നൽകിയ റിപ്പോർട്ടാണ്, അതിലേക്ക് ആഭ്യന്തര വകുപ്പ് അനങ്ങുന്നില്ല. RSSന്റെയും BJPക്കുമെതിരെ ശക്തമായി നിലകൊള്ളണം, അതിൽ ഒരു ഐക്യമുണ്ടാക്കണം, ദേശീയ തലത്തിൽ തന്നെ ഐക്യമുണ്ടാക്കണമെന്ന പാർട്ടി കോൺഗ്രസ് പോലും നിലപാടെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ അങ്ങനെയൊരു നിലപാടുണ്ടോ, അങ്ങനെയൊരു പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അവിടെയാണ് ഈ സർക്കാരിൻ്റെ നിലപാട് സംശയിക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം SNDP യോഗം ജനറൽ സെക്രട്ടറി നടത്തിയ വർഗീയ പ്രസംഗം, ആ പ്രസംഗത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അതിനോട് ശക്തമായി പ്രതികരിക്കാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിനെ 30 വർഷങ്ങൾ ആഘോഷിക്കുന്ന ചടങ്ങിൽ എത്തുകയും അദ്ദേഹത്തെ വേണ്ട പോലെ പുകഴ്ത്തുകയും, നമ്മളത് ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, അതിൽ ഗുരുവിനോട് പോലും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗം അദ്ദേഹം നടത്തുകയും ചെയ്തതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ വോട്ട് നേടുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഇക്കാര്യത്തിലുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. നിലമ്പൂരിൽ അത് പ്രതിഫലിക്കുമോ എന്ന് ചോദിച്ചാൽ വേറെ രൂപത്തിൽ തന്നെ അത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം നമ്മൾ കണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റൊരു രൂപത്തിലാണല്ലോ അത് പ്രവർത്തിച്ചത്. മുസ്ലിം വോട്ട് കിട്ടാനുള്ള വേറെ രൂപത്തിലുള്ള പ്രവർത്തനം, അതായത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ എന്ന രൂപത്തിൽ അന്ന് പ്രതീതി സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. വിവിധ വിഷയങ്ങളിൽ ആദ്യം തന്നെ പ്രക്ഷോഭം തുടങ്ങുക, അതിന്മേൽ പ്രതികരിക്കുക, അതിൽ സമസ്തയിൽ തന്നെ ഒരു വിഭാഗത്തെ കൂടെ കൊണ്ടുവരാൻ കഴിയുക, ഇതൊക്കെ ഒരു വശത്ത് ചെയ്തതിന് ശേഷമാണ് നേരെ തിരിയുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് വോട്ട് രാഷ്ട്രീയം മാത്രം, അതല്ലാതെ ഇതിന്മേൽ ഒരു നിലപാടില്ല. BJPയുമായി ബന്ധപ്പെട്ട് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയാണോ ഇടത് സർക്കാർ എന്ന് സംശയിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ വരികയാണ്. ഇപ്പോൾ മകളുമായി ബന്ധപ്പെട്ട കേസിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചത് എന്നൊക്കെ കേരളം കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രതിഫലിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. ഏതെങ്കിലും കേവലമായ ഒരു കാര്യം നിലമ്പൂർ എന്നൊരു മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാകില്ല. ആ വോട്ട് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ മുഴുവൻ സംഭവവികാസങ്ങളും സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്ന രൂപത്തിലേക്കൊക്കെ അത് പ്രതിഫലിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് ചൂണ്ടുപലകയാകും. അത് LDF സർക്കാരിന് തിരിച്ചടിയാകുന്ന ഒരു തീരുമാനത്തിലേക്കായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരിക എന്ന് തന്നെയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. ശ്രീ ആൻഡ്രു. 45% ഹിന്ദു വോട്ടുകളും 43% മുസ്ലിം വോട്ടുകളും 11% വരുന്ന ക്രിസ്ത്യൻ വോട്ടുകളും കൂടിച്ചേർന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അവിടെ ഞാൻ വിചാരിക്കുന്നത് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ജനങ്ങൾ എന്തിന് വിധി എഴുത്തും എന്നുള്ളത്, അതൊരു മലയോര മേഖലയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അഭിപ്രായം അറിയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ വന്യമൃഗശല്യമായിരിക്കും ഒന്ന്. അത് വലിയ രീതിയിൽ ആ മണ്ഡലത്തെ ബാധിക്കും എന്നുള്ളതാണ്, അവിടുത്തെ വിധിയെഴുത്തിനെ ബാധിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടുത്തെ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഈ സർക്കാർ എത്ര രീതി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതായിരിക്കും അതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന മലയോര മേഖലയിൽ താമസിക്കുന്ന, അതായത് വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന ഒരു വിഭാഗം എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. വേറെ ഇതിൻ്റെ അകത്ത് പിണറായി സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള കേസുകളോ അല്ലെങ്കിൽ പിണറായിയുടെ മകളുടെ കേസുകളോ ഒന്നും പുറകെ പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. ആ മണ്ഡലത്തിൽ എല്ലാ വിഷയങ്ങളും ചർച്ചയാവാം, പക്ഷേ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും. ഒന്നാമത്തെ കാര്യം അവിടുത്തെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട DFO അടക്കമുള്ള സംവിധാനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള എതിർപ്പ് ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ്. ആ മണ്ഡലത്തിലെ എതിർപ്പ് അങ്ങനെയുള്ള സ്ഥിതിക്ക് അവിടെ ചെന്നിട്ട് ഒരു കാരണവശാൽ അത് CPM-ന് അനുകൂലമായ വോട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വോട്ടായി മാറും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ PV അൻവറെ സംബന്ധിച്ചിടത്തോളം PV അൻവർ കുറേ നാളുകളായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നതും തന്നെ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഈ മലയോര ജനങ്ങളെ എങ്ങനെ ഇളക്കി വിടാം എന്നുള്ള നല്ല രീതിയിൽ ബോധമുള്ള ഒരാളാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് കേസിൽപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോകാൻ തയ്യാറായതും ഒക്കെ ഈ മലയോര മേഖലയിലെ ജനങ്ങളെ എങ്ങനെ ഇളക്കി വിടാം എന്നുള്ള നല്ല രീതിയിൽ ബോധ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇറങ്ങി തിരിച്ചിട്ടുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. അവിടുത്തെ ഈ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞ പോലെ BDJS-മായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അത് SNDP ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും അവിടെ ഒരനക്കവും സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവിടെ എന്താണ്, അവിടെ ഈ 45% ഹിന്ദുക്കളുള്ള സമയത്തും BDJS അവിടെ മത്സരിച്ചപ്പോൾ 12,000 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതുപോലെ തുഷാർ വെള്ളാപ്പള്ളി നേരിട്ട് പോയി അവിടെ മത്സരിച്ചാൽ ലോകസഭാ മണ്ഡലം നിലമ്പൂരും കൂടെ ഉൾപ്പെട്ടതാണ് വയനാട് ലോകസഭാ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചതാണ്. അവിടെ പോലും എന്ത് കിട്ടിയിട്ടില്ല. ഈ പറയുന്ന നിലമ്പൂരിൽ നിന്ന് എത്ര വോട്ട് കിട്ടിയത് ഞാൻ കണ്ടതാണ്. അപ്പോൾ നോട്ടയ്ക്ക് താഴെയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ചലനവും SNDP വിചാരിച്ചാലൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം എന്താണ്, അവിടെ വർഷങ്ങളായിട്ട് അവിടെ മുസ്ലിം കാൻഡിഡേറ്റിന് വോട്ട് ചെയ്ത് വരുന്ന ജനങ്ങളാണ്. കാരണം TK ഹംസ ആയാലും ആര്യാട് മുഹമ്മദ് ഒരു പ്രാവശ്യം ഒഴിവായ സമയത്താണെങ്കിലും അതിനുശേഷം PV അൻവർ വന്ന സമയത്താണെങ്കിലും ഒക്കെ
അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പി വി അൻവർ വന്നതിൻ്റെ സമയത്ത് പി വി പ്രകാശ് അവിടെ മത്സരിച്ചായിരുന്നല്ലോ, ഹിന്ദു കാൻഡിഡേറ്റ് ആയിരുന്നല്ലോ, നല്ല ജനകീയനായ ആളാണ്. ഞാൻ വിചാരിക്കുന്നത് മലപ്പുറത്തെ ഒരു മുസ്ലിം ഇതര നേതാവ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ജനകീയനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് വി വി പ്രകാശായിരുന്നു. കാരണം അയാൾ DCC പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത്. അദ്ദേഹം മത്സരിച്ചിട്ട് പോലും നിലമ്പൂർ മണ്ഡലത്തിൽ ജയിച്ചില്ല. കാരണം അങ്ങനെ ഒരു മതം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു മണ്ഡലേ അല്ല, കോൺഗ്രസിനെ തോപ്പിച്ചെന്നൊരു വിലയിരുത്തൽ അല്ല അതൊരു മണ്ഡലം നോക്കി മത്സരിക്കുന്ന ഒരു സ്ഥലം കൂടിയല്ല നിലമ്പൂർ എന്നുള്ള നിലയ്ക്കാണ് ഞാനത് പറയുന്നത്. അല്ലെ മതം നോക്കി അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളത്. പിന്നെ ആര്യാടൻ മുഹമ്മദുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആര്യാടൻ മുഹമ്മദുമായി ബന്ധപ്പെട്ടതിൽ 6 വർഷം അല്ല ജയിച്ചിന്റെ കാര്യം, അതെ, ആ 6 വർഷം അവിടെ ജയിച്ചെങ്കിൽ കൂടെ അവിടെ ആര്യാടൻ മുഹമ്മദിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ജനകീയത ഷൗക്കത്തിനുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിനകത്തും എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ അവിടുത്തെ വർഷങ്ങളായി അവിടുത്തെ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളുമായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന ആൾ, അവിടുത്തെ ആദിവാസി വിഭാഗമായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ അതിന് അത്രയധികം അദ്ദേഹത്തിൻ്റെതായ സംവിധാനങ്ങൾ മാത്രമുള്ള കോളനികൾ വരെ അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആ നിലയ്ക്കൊക്കെ അത് എത്ര രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി, ആര്യാടൻ മുഹമ്മദിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അത്ര രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഏത് സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ളതിനേക്കാളും അപ്പുറം അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എങ്ങനെ മുന്നോട്ട് നിൽക്കുന്നു. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ ആരുടെ കൂടെയാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം 2 ടൈം MLA ആയിരുന്ന ആളാണ്. അവിടുത്തെ വിഷയങ്ങളെ ഒരു പരിധി വരെ ഞാൻ അടുത്ത കാലത്തൊന്നും പി വി അൻവറിനെ കുറിച്ചിട്ട് അവിടുത്തെ മണ്ഡലത്തിൽ ആരും കുറ്റം പറയുന്നത് കേട്ടിട്ടില്ല. നമ്മൾ പൊതുവായ സംവിധാനങ്ങളിൽ മണ്ഡലത്തിലെ ജനങ്ങൾ എപ്പോഴും പി വി അൻവർ, കാരണം ഇലക്ഷൻ്റെ 6 ദിവസം കഴിഞ്ഞ പ്രാവശ്യം 2021 ഇലക്ഷൻ്റെ 6 ദിവസം മുൻപാണ് വന്ന് നോമിനേഷൻ കൊടുക്കുന്നത്. പുള്ളി ആഫ്രിക്കയിലായിരുന്നല്ലോ. ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് നോമിനേഷൻ കൊടുത്ത് 6 ദിവസം മുന്നേ വന്ന് നോമിനേഷൻ കൊടുത്തിട്ട് 2700 വോട്ടിന് ജയിക്കുകയാണ്. അപ്പം ജനകീയനാണ്, അവിടുത്തെ ജനകീയനാണ്. അപ്പോൾ അവിടുത്തെ ജനകീയൻ അപ്പോൾ ആൾക്കാരോട് സംസാരിക്കാം. കാരണം അത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയാണ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഇപ്പോൾ ആരാണ്? ഇടതുപക്ഷമായിരുന്നു. അതെ. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അടുത്തേക്ക് എങ്ങനെ എത്തിയത്? കാരണം ഓരോ വീടുകൾ കയറി ഇറങ്ങി അൻവർ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി തിരിച്ച് ഇടതുപക്ഷത്തിന് കിട്ടാനുണ്ടാകുന്നുള്ള അൻവർ തന്നെ പറയുന്നത്. അപ്പം വലിയ രീതിയിലുള്ളൊരു മാറ്റം അവിടെ സത്യം പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനല്ല വന്നത്, അത് പി വി അൻവറിനാണ് വന്നതെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇടതുപക്ഷത്തിനാണ് വന്നത് ഞാൻ മുൻപ് ശേഷമൊക്കെ അത് കാണണമായിരുന്നു. അത് രീതിയിൽ അവന് അവിടെ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വന്യമൃഗങ്ങളെ സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും പ്രാവശ്യം. അതുപോലെ തന്നെയല്ല അവിടെ എപ്പോൾ ആന ഇറങ്ങും എപ്പോൾ പുലി ഇറങ്ങും എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഈ ഇലക്ഷൻ്റെ സമയത്ത് എങ്ങാനും അങ്ങനെ ഒരു സംവിധാനം കൊണ്ട് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം വലിയ രീതിയിൽ അടിയൊഴുക്കുണ്ടാവും ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും BJP-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇത് നിർണായകമായ ഇലക്ഷനാണ്. BJP സംബന്ധിച്ചിടത്തോളം എന്താണ് ഇലക്ഷൻ വരുന്നത്? ഈ മുനമ്പം വന്നതിന് ശേഷം 11% ക്രിസ്ത്യൻ വോട്ട് ഷെയർ ഉള്ള നിലമ്പൂരിൽ അവർക്ക് 11%-ൽ ഒരു 6% വോട്ടെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിടിച്ചേക്കാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നില്ല അത്രയൊന്നും അവിടെ വോട്ട് BJP-ക്ക് നേടാൻ പറ്റുമെന്നുള്ളത്. ഏത് സ്ഥാനാർത്ഥി അവിടെ പോയി നിന്നാലും ഇപ്പോൾ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിനെ തന്നെ അവിടെ കൊണ്ട് നിർത്തിയാൽ പോലും അത് അത്രയധികം ഒരു വോട്ട് ഷെയർ അവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം 45% ഹിന്ദു ഉള്ള മണ്ഡലമാണ്, ഹിന്ദു പോപ്പുലേഷനുള്ള മണ്ഡലമാണ്. അപ്പോൾ അവിടെ ആ രീതിയിൽ അവിടേക്ക് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി BJP-ക്ക് വന്നാൽ മാത്രമേ അടുത്ത ഇലക്ഷനിൽ BJP-ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. അത് മാത്രമല്ല ഇനി വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തേക്കും ഉള്ളൊരു മുൻപളിയാണിത്, മുന്നോടിയാണ് ഈ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ അതോട് കൂടെ ചെയ്യുമ്പോൾ അതും ഈ പറഞ്ഞ ഇലക്ഷനെ എല്ലാം ബാധിക്കും. കാരണം അത് എങ്ങനെയാണ് ജനങ്ങളുള്ള ട്രെൻഡ് എന്ന് മനസ്സിലാക്കി. അപ്പം ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, അത് കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. ആ കുത്തക മണ്ഡലം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണം പി വി അൻവർ എന്ന് പറഞ്ഞൊരു നേതാവ് വന്നതാണ്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, എന്താ അറിയോ? ഇതുവരെ പി വി അൻവറിൻ്റെ കാര്യത്തിൽ UDF-ൽ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ്. ഈ സമയം വരെ ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ ഡിക്ലെയർ ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന സാധനം കൊണ്ട് കളഞ്ഞിട്ട് ചർച്ച തുടങ്ങുള്ളൂ. അതുവരെ ഇനി നീട്ടിക്കൊണ്ട് പോകും. ഇതൊക്കെ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതെ ഞാൻ പറയുന്നതേ, ഒരു പി വി അൻവർ സ്ഥാനാർത്ഥിയാക്കല്ലോ, ഘടകകക്ഷിയാക്കല്ലേ. അപ്പോൾ ഇനി സ്ഥാനാർത്ഥിനെ ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണോ ഇനി ഘടകകക്ഷിയാക്കുക എന്നുള്ളതാണ്. അപ്പം ഇവർ UDF-ൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നിലമ്പൂർ എങ്ങനെയും കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് അൻവറെ കൂടെ കൂട്ടിയേക്കാം എന്നുള്ള നിലയ്ക്കാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ എന്താണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൻ്റെ അകത്തും ഇവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു ചർച്ചയിലേക്ക് കടക്കുമ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റണം. എന്തിനാണെന്ന് ഇത്രയധികം ചർച്ച ചെയ്യുന്നത്? ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് നമുക്കറിയില്ല. ഈ സമയം വരെ അവർ ആരാണെന്ന് പറഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ട്. പക്ഷേ എന്താണ് UDF-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, രണ്ടുപേരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. ഇതുണ്ടാവില്ല, മറ്റതുണ്ടാവില്ല, ഇവർക്ക് വേറെ പാർട്ടിയുണ്ട്, ആ പാർട്ടിയുണ്ട്, ഇവർ നശിപ്പിച്ചാലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ചർച്ച നടക്കുകയാണ്. അതെന്തിനാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നത്? ഇതാണ് സംവിധാനം എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഒരു ഇലക്ഷൻ ഇങ്ങനെ സ്ഥാനാർത്ഥികളുടെ പേര് പുറത്തു വരാൻ പാടില്ല.
കാര്യം രണ്ടുപേരും രണ്ട് സൈഡിൽ കൂടെ വർക്ക് നടക്കാമെന്ന് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ജോയിൻ്റെ ഭാഗത്ത് കൂടെ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നു, ആര്യാട് ഷൗക്കത്ത് ശൈലി കൂടെ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നു. ആർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഈ ആർക്ക് കിട്ടുമെന്ന് പറയുന്നത് സാമാന്യമായിട്ട് അവർക്ക് വിഷമം ഉണ്ടാവും. കാരണം രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ ട്രെൻഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് രണ്ടുപേർക്ക് മത്സരിക്കാൻ പറ്റില്ലല്ലോ, ഒരാൾക്കല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനകത്ത് ഇപ്പം തന്നെ തീരുമാനം എടുത്താൽ അത് കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്ന കുറയും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആ സംവിധാനത്തിലേക്ക് കടന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനിയുള്ള ഒരാഴ്ച കൂടുതൽ ഉണ്ടാവില്ല, 1.5 ആഴ്ചക്കുള്ളിൽ ഡിക്ലറേഷൻ ഉണ്ടാവുന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല. ഇപ്പോൾ തന്നെ തീരുമാനം എടുത്ത് മുന്നോട്ട് പോയാൽ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ജയിക്കുകയോ തോൽക്കുകയോ എന്ന് അറിയണേ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിനെ അറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ വോട്ട് ഇടതുപക്ഷത്തേക്കും അതുപോലെ തന്നെ UDF മാറാൻ വേണ്ടിയിട്ട് വലിയ സമയമൊന്നും വേണ്ടി വരില്ല. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് നിശ്ചയിക്കേണ്ട കാര്യം ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പം ഷൗക്കത്തിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാമെന്നൊന്നും ഇടതുപക്ഷം വിചാരിക്കുമെന്നുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഷൗക്കത്തിനെ കൊണ്ടുവന്ന ഒരു തോൽവിയും കൂടെ ഏറ്റുവാങ്ങാനുള്ള ശേഷി അവർക്ക് ഉണ്ടാകും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അവർ എന്തായാലും വേറെ സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ പരീക്ഷിക്കുന്നുള്ളതാണ്. അപ്പോൾ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ പരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് അറിയുമോ? സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ ആരെയും വേണമെങ്കിലും പരിഗണിക്കാം. മനസ്സിലായി? ഇന്നയാൾ എന്നുള്ള നിലയ്ക്കില്ല, ആരെ വേണമെങ്കിലും പരിഗണിക്കാം. നല്ല ജനസമ്പന്നനായ ഒരാളാണ് നിലമ്പൂർ സ്ഥാനാർത്ഥിയാകുന്ന വരുന്നതെങ്കിൽ ആ സംവിധാനത്തെ ബാധിക്കും. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ഇലക്ഷൻ സ്റ്റണ്ടുകൾ അവിടെ കാണാം, ഇലക്ഷൻ പ്രശ്നങ്ങൾ കാണാം. പാലക്കാട് കണ്ടതല്ല, പാലക്കാട് കണ്ടതിൻ്റെ അപ്പുറമായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഈ ഇലക്ഷൻ ചൂണ്ടുപലയാകുമോ എന്ന് ചോദിച്ചാൽ ചൂണ്ടുപലയാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിലമ്പൂർ ചൂണ്ടുപലക എന്നതിനേക്കാളും നിലമ്പൂരിൽ ഒരു ഹൈ വോൾട്ടേജ് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഒരു സെമി ഫൈനലിൻ്റെ എല്ലാ ആവേശവും ഉണ്ടാകും, അല്ലെങ്കിൽ സംതിങ് ലൈക്ക് എ ഫൈനൽ അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ഉണ്ടാകണമെന്നുമില്ല. അതായത് UDF പെട്ടെന്ന് ജയിച്ച് കയറാം, PV അൻവർ കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജയിച്ച് കയറാം എന്ന ഒരു രീതി അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇടതുപക്ഷം വലിയ ഒരു പ്രസ്റ്റീജ് പോരാട്ടമായിട്ടാണ് കാണുന്നത്. കാരണം PV അൻവർ MLA സ്ഥാനം ഒഴിഞ്ഞത് എങ്ങനെയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് PV അൻവർ MLA സ്ഥാനം ഒഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ UDF തോൽപ്പിക്കുക എന്നതിനപ്പുറം PV അൻവറിനെ തോൽപ്പിക്കുക എന്നതാണ് മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും LDF-ന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് മുസ്ലിം ലീഗ് തിരിച്ചറിയുന്നുണ്ട്. കാരണം PV അൻവറിനെതിരായ ഒരു പോരാട്ടം എന്ന് പറയുമ്പോൾ ഏത് വിധേനയും അവിടെ ജയിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കും. കാരണം ആ സീറ്റ് നിലനിർത്തുക എന്ന് പറയുന്നത് അവർക്ക് അഭിമാന പ്രശ്നമാണ്. അങ്ങനെയുള്ള ഒരു അഭിമാന പ്രശ്നം പാലക്കാട്ടോ അല്ലെങ്കിൽ ചേലക്കരയിൽ അവരുടെ സിറ്റിംഗ് സീറ്റാണ്, നിലനിർത്താൻ കഴിയുമെന്ന് അവർക്കറിയാം. ഭൂരിപക്ഷം കുറഞ്ഞാലും അത് അവർ നിലനിർത്തും. പക്ഷേ പാലക്കാട്ട് ജയിക്കാൻ കഴിയുമെന്നൊന്നും CPIM പ്രതീക്ഷിച്ചിട്ടുമില്ല. അങ്ങനെ വിജയപ്രതീക്ഷ എല്ലാ മുന്നണികളും പങ്കുവയ്ക്കുന്നത് പോലെ CPIM പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിലമ്പൂരിനെ നമുക്ക് പാലക്കാടുമായിട്ട് ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. പാലക്കാട് പോലെ ആകില്ല നിലമ്പൂർ. പ്രത്യേകിച്ചും വലിയൊരു തെരഞ്ഞെടുപ്പ്, അടുത്ത അധികാരം നിലനിർത്താൻ സാധിക്കുമെന്ന് ഇടതുപക്ഷം കരുതുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത വർഷം, ഒരു വർഷം തികച്ചില്ല, 11 മാസം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പാണ്. 2026 മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ മെയ് അവസാന വാരത്തിൽ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ജൂണിൽ വരുന്നുവെന്ന് നമ്മൾ കരുതുക. ഇപ്പോഴത്തെ ഒരു വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം അനുസരിച്ചുള്ള ഒരു കാലപരിധിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജൂണിൽ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാസങ്ങൾക്കിപ്പുറം നേരിടാൻ പോകുന്ന വലിയ മത്സരത്തിൻ്റെ ഒരു വിധിയെഴുത്താണ്. ജനങ്ങൾ പെട്ടെന്ന് മറക്കില്ല. അതുകൊണ്ട് അവിടെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ PV അൻവർ മാറിയപ്പോൾ, അല്ലെങ്കിൽ PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ UDF പോയ PV അൻവറിന് UDF സ്ഥാനാർത്ഥി, അത് ഹുവർ ഇറ്റ് ഈസ്, VS ജോയി ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും അൻവറിന് അവിടെ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അൻവറിൻ്റെ പ്രസക്തി ഉയരുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും LDF-ന്റെയും വലിയ രീതിയിലുള്ള പ്രതിച്ഛായയ്ക്ക് കോട്ടം സംഭവിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ നിലമ്പൂർ, നേരത്തെ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ, കുഞ്ഞാലിയുടെയും ആര്യാടൻ മുഹമ്മദിൻ്റെയും രാഷ്ട്രീയ ഭൂമികയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആർക്കാണ് ആ മണ്ണ് ഉറച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് ഉറപ്പിച്ചു നിർത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ പ്രവചനാതീതമായി തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇക്വേഷൻസ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. കാരണം 24 വർഷം ആര്യാടൻ മുഹമ്മദിന് ആ മണ്ഡലം പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. 2016 അദ്ദേഹം അവിടെ നിന്ന് മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി വരാൻ ആര്യാടൻ ഷൗക്കത്തിന് അവിടെ സാധിക്കുന്നില്ല എന്നത് നമ്മൾ കണ്ടതാണ്. PV അൻവർ അങ്ങനെ അവിടെ ഒരു എൻട്രി നടത്താൻ PV അൻവറിന് സാധിക്കുന്നു. ആ എൻട്രി തുടരാൻ PV അൻവറിന് കഴിയുന്നു. ഇടത് സ്വതന്ത്രനായി PV അൻവർ നിൽക്കുന്നു. അപ്പോൾ ഇടത് സ്വതന്ത്രൻ എന്ന് പറയുമ്പോൾ PV അൻവറിൻ്റെ മാത്രം വോട്ടുകൾ കൊണ്ട് നിലമ്പൂരിൽ അൻവറിന് ജയിക്കാൻ കഴിയില്ല. അവിടെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ പിന്തുണ വേണം. ആ പിന്തുണ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
മറ്റ് ഘടകങ്ങളെ അൻവറിന് അനുകൂലമാക്കി ചലിപ്പിക്കാൻ അവിടെ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ പിണറായി വിജയന് അവിടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അൻവർ പ്ലസ് CPIM ആ ഒരു സ്ട്രോങ് ഹോൾഡായ നിലമ്പൂരിനെ എങ്ങനെയാണ് UDF ആ ഇക്വേഷൻസ് ഇളക്കാൻ ശ്രമിക്കുന്നത് എന്നതനുസരിച്ചിരിക്കും UDFന്റെ അവിടുത്തെ സാധ്യതകൾ. കാരണം UDF അനുകൂലമായ ഒരു സ്വഭാവം നിലമ്പൂർ മണ്ഡലത്തിന് പൊതുവെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, വിവിധ പഞ്ചായത്തുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു UDF അനുകൂല സ്വഭാവം അവിടുത്തെ വോട്ടർമാരിൽ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അവിടുത്തെ കണക്കുകൾ ഇപ്പോൾ കരട് വോട്ടർ പട്ടികയാണ് ആയിട്ടുള്ളത്. ഇതിൽ കരട് വോട്ടർ പട്ടിക നോക്കുമ്പോൾ 2,28,512 വോട്ടർമാരാണ് ഈ കരട് വോട്ടർ പട്ടികയിലുള്ളത്. അതിൽ 1,11,692 പുരുഷന്മാർ, 1,16,813 സ്ത്രീകൾ. ഇവിടെയാണ് നമ്മൾ ലീഗ് എന്താണ് ചെയ്യാൻ പോവുക എന്ന് നോക്കേണ്ടത്. ലീഗ് ഈ സ്ഥാനാർത്ഥി ആരാകട്ടെ, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി എന്നുമാകട്ടെ, അവർ കൺവെൻഷനിലേക്ക് കടന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ ദിവസം അവരുടെ കൺവെൻഷൻ നടക്കുകയാണ്. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ലീഗിൻ്റെ വോട്ടർമാരുടെ അല്ലെങ്കിൽ ലീഗിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ ഒരു റഫ് എസ്റ്റിമേറ്റ് ഞാൻ എടുത്തു നോക്കി. അവിടെ 30,000-ഓളം സജീവമായ അംഗങ്ങളുണ്ട്. അതായത് നമ്മൾ CPIMന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ലീഗിൻ്റെ കേഡേഴ്സ് എന്ന് പറയുന്നത് ഒരു 30,000-ആണ് അവിടുത്തെ വോട്ട്. അതൊരിക്കലും മറുഭാഗത്തേക്ക് മറിയില്ല. മാത്രമല്ല ഈ സജീവമായ അംഗങ്ങളെ കൂടാതെ ഒരു 30,000 കൂടി വരും. അപ്പോൾ എങ്ങനെ പോയാലും ലീഗിന് അവിടെ 60,000 വോട്ട് ഈസിയായി സമാഹരിക്കാൻ കഴിയും. അപ്പോൾ അവിടുത്തെ ലീഗിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നതാണ് ഈ 7 ഗ്രാമപഞ്ചായത്തുകളിൽ ഒപ്പം ഒരു നഗരസഭ, ഇത്രയുമായി 28 പഞ്ചായത്ത് അംഗങ്ങൾ ലീഗിനുണ്ട്. 4 ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്ത് അംഗവും ജനപ്രതിനിധിയായിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്തുകൾ വഴിക്കടവ്, കരുള ഈ 2 പഞ്ചായത്തും ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. മൂത്തേടം, എടക്കര, ചുങ്കത്തറ ഇവിടെ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഉപാധ്യക്ഷന്മാർ ലീഗിനുണ്ട്. വഴിക്കടവ് പഞ്ചായത്ത് അത് ലീഗിങ് എടുക്കും. വഴിക്കടവ് പഞ്ചായത്ത് ഇടതുപക്ഷം നോക്കിയിട്ട് കാര്യമില്ല. വഴിക്കടവ് പഞ്ചായത്ത് പൂർണ്ണമായും ലീഗിൻ്റെ ഒരു കോട്ടയാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ അവിടെയാണ്. അതുപോലെ തന്നെ മൂത്തേടത്തും ലീഗിന് വലിയ പങ്കാളിത്തമുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇടതുപക്ഷം ഇപ്പോൾ ശ്രദ്ധയൂന്നുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ചില പോക്കറ്റുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വന്ന് പ്രസംഗിച്ചു പോയതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ച മൃദു സമീപനമൊക്കെ ആ പോക്കറ്റുകളാണ്. കൃത്യമായി ചില പോക്കറ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് അൻവറിനെ പൂട്ടുക, അത് തന്നെയാണ് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മൂത്തേടത്ത് മാത്രമാണ് UDFന് 2016 ലീഡ് കിട്ടിയത്. 2016 അവിടെ ലീഡ് കിട്ടി. വഴിക്കടവിലും നിലമ്പൂർ നഗരസഭയിലും വലിയ വിജയം അന്ന് 2016 പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. പക്ഷേ 2021 ആകുമ്പോഴേക്കും UDFന് നില മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നഗരസഭയിലടക്കം എങ്ങനെയായിരിക്കും ഇത്തവണ വിധി വരിക എന്നത് പ്രധാനമാണ്. ഇവിടെ ഒരു കാര്യത്തിലേക്ക് കൂടി ഞാൻ വരാം. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന ചർച്ചയായത് ഒടുവിലത്തെ വേദി എന്ന് പറയുന്നത് ലീഗ് സംഘടിപ്പിച്ച ഈ കൺവെൻഷനാണ്. ആ കൺവെൻഷനിൽ വെച്ചാണ് ഈ ആരായാലും ഏത് സ്ഥാനാർത്ഥി വന്നാലും വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ഒരു ബാധ്യതയാണ് എന്ന് ലീഗ് പ്രഖ്യാപിക്കുന്നതാണ് ആ കൺവെൻഷനിൽ നമ്മൾ കണ്ടത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ സൗണ്ട് ബൈറ്റ് ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ അതിൽ കൃത്യമായി കുഞ്ഞാലിക്കുട്ടി പറയുന്നത് സർക്കാരിൻ്റെ പതനത്തിൻ്റെ തുടക്കമാകുമെന്ന് ശിഹാബ് തങ്ങൾ പറയുമ്പോൾ അതിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രസ്താവന PK കുഞ്ഞാലിക്കുട്ടി അവിടെ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ PV അൻവർ അവിടെ വരുന്നു. PV അൻവർ അവിടെ ഇരിക്കുമ്പോൾ ഈ VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും ഈ കൺവെൻഷനിൽ പങ്കെടുത്തു. ആ വേദിയിൽ വെച്ചാണ് ആര്യാടൻ ഷൗക്കത്ത് PV അൻവറിനെ പുകഴ്ത്തുന്നത്. ആരെയാണ്? എതിർ സ്ഥാനാർത്ഥിയായി 2016 ഉണ്ടായിരുന്ന PV അൻവറിനെ പുകഴ്ത്തുകയാണ്. ഒരേ വേദിയിൽ പുകഴ്ത്തുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ മലക്കം അറിയണമെന്നുണ്ടെങ്കിൽ, ഈ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അൻവറിൻ്റെ പച്ചക്കൊടി വേണം എന്നത് ആര്യാടൻ ഷൗക്കത്തിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അൻവറും അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് എന്നതിനേക്കാളും നിലമ്പൂർ മണ്ഡലത്തിൽ നമ്മൾ അൻവർ എന്ന് പറയുന്നതാണ് ശരിയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ PV അൻവറിനെ വേണം, ആര്യാടൻ ഷൗക്കത്തിനായാലും PV അൻവറിനെ വേണം എന്നതിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അൻവർ ഒപ്പമുണ്ടാകും, അൻവർ ഒപ്പമുള്ളത് ശക്തിയാണ് എന്ന് UDF സംവിധാനം കരുതുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് UDFിലേക്കുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെയും PV അൻവറിൻ്റെയും ഒരു ഗ്രാൻഡ് എൻട്രി അത് വേണമെന്നുണ്ടെങ്കിൽ നിലമ്പൂർ അൻവർ ഒരു താലത്തിൽ എടുത്തു വെച്ച് UDFന് കൊടുക്കണം. അത് ജോയി മത്സരിച്ചാലും കൊടുക്കണം, ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാലും കൊടുക്കണം. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മുനമ്പമടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് എളുപ്പമാകും. ഇതിങ്ങ് എടുക്കാം. സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിലമ്പൂരിങ് എടുക്കാം അൻവറിന്. അപ്പോൾ ആ എടുത്ത് ഇപ്പുറത്തേക്ക് വന്നാലേ അൻവറിന് വാല്യൂ ഉള്ളൂ. UDF എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് അൻവറിന് തൃണമൂൽ കോൺഗ്രസിന് വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ നിലമ്പൂർ എടുക്കണം. അല്ലാത്ത പക്ഷം അൻവറിൻ്റെ മുന്നിലുള്ള വാതിലുകൾ ഒരു പകുതി അടഞ്ഞ നിലയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. കാരണം അൻവറിന് പ്രസക്തിയില്ല എന്ന് വിലയിരുത്താൻ എളുപ്പമാണ്. ഈ ഒരു തോൽവി എന്ന് പറയുന്നത് അൻവറിൻ്റെ തോൽവിയായി വ്യാഖ്യാനിക്കപ്പെടും. അൻവർ ഈ രാജിവെച്ചിട്ട് ഇപ്പോൾ എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഇടതുപക്ഷം അത് പ്രചാരണത്തിന് ഉപയോഗിക്കും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ജയിക്കുക എന്നത് അൻവറിൻ്റെ ലക്ഷ്യമാണ്. എന്ത് വില കൊടുത്തും അൻവറിനെ തോൽപ്പിക്കുക എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും LDFിൻ്റെയും ലക്ഷ്യമാണ്. ഇനി 2000-ൽ ഏറെ മാത്രമാണ് വോട്ടുകളുടെ ഭൂരിപക്ഷം അൻവറിന് കിട്ടിയത്. അത് നേരത്തെ ആൻഡ്രോ സാർ സൂചിപ്പിച്ചതുപോലെ വലിയ ക്യാമ്പയിനൊന്നും PV അൻവർ കഴിഞ്ഞ തവണ ആ മണ്ഡലത്തിൽ നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ
ഒടുവിലത്തെ സമയത്തേക്കാണ് അൻവർ അവിടേക്ക് എൻ്റർ ചെയ്യുന്നത്. മാത്രമല്ല അൻവറിൻ്റെതായ കുറേ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അവരാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ ആദ്യം മുതലേ സജീവമായിരുന്നത്. അവസാന ലാപ്പിലേക്ക് അൻവർ വരുന്നു, നോമിനേഷൻ കൊടുക്കുന്നു, മത്സരിക്കുന്നു, ജയിക്കുന്നു. കാര്യമായ പ്രചാരണമൊന്നും അൻവർ അവിടെ നടത്തിയിട്ടില്ല. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയായാലും PV അൻവർ അവിടെയുള്ള എല്ലാ വോട്ടർമാരെയും, ലീഗിൻ്റെ വോട്ടർമാരെ അടക്കം എല്ലാവരെയും വേണമെങ്കിൽ 1 to 1 പോയി കണ്ട് അൻവർ വോട്ട് പിടിക്കും. കാരണം ഇവിടെ അൻവറിന് ജയിച്ചേ മതിയാകൂ. ആ ജയിക്കാൻ വേണ്ടി അൻവർ ഒരു ഫൈറ്ററാണ്. ഞാൻ നേരത്തെ ഉള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അൻവർ ഒരു ഫൈറ്ററാണ്. അൻവറിന് ഇത് ജയിച്ചേ പറ്റുള്ളൂ. അയാളുടെ ഒരു ഡു ഓർ ഡൈ ബാറ്റിലാണ്. അപ്പോൾ PV അൻവർ അതിനായി ശ്രമിക്കും. അൻവറിനെ വീഴ്ത്താനായി മറുഭാഗവും ശ്രമിക്കും. അപ്പോൾ നിലമ്പൂർ എന്ന് പറയുന്നത് ഒരു ചൂണ്ടുപലക എന്നതിനപ്പുറം വലിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് പോലെ ആകില്ല നിലമ്പൂരിലേത് എന്നതാണ് എൻ്റെ ടേക്ക്. ഒരു കാര്യമുണ്ട് പറയാനുള്ളത്. ഈ 2010 തുടങ്ങി 2015 വരെ ആര്യാട് മുഹമ്മദാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റീൻ്റെ ചെയർമാൻ. ആര്യാട് ഷൗക്കത്താണ് മുനിസിപ്പാലിറ്റി ചെയർമാൻ. ആ ആര്യാട് ഷൗക്കത്ത് ചെയർമാനായിരുന്ന മണ്ഡലമാണ് ഇപ്പം 33 സീറ്റിൽ 22 സീറ്റ് LDF പിടിച്ചത്. അതെന്ന് പറയുന്നത് ഈ പറയുന്ന PV അൻവർ എഫക്റ്റ് മാത്രമാണ്. കാരണം ഷൗക്കത്തിൻ്റെ ആര്യാട മുഹമ്മദിൻ്റെയും ആര്യാട ഷൗക്കത്തിൻ്റെയും പിന്നെ അവിടുത്തെ ഒരു ആധിപത്യം ഒഴിവാക്കലായിരുന്നു ഈ പറയുന്ന PV അൻവറിൻ്റെ ലക്ഷ്യം എന്ന് തന്നെ. അതുകൊണ്ട് തന്നെ ആദ്യം അവർ ചെയ്തതെന്ന് പറയുന്നത് ആര്യാട ഷൗക്കത്തിന് എവിടെയാണോ പവർ ഉണ്ടായിരുന്നത് ആ പവർ ഇല്ലാതാക്കുക എന്നുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആയിരുന്നു. ആ മുനിസിപ്പാലിറ്റിയിലെ വോട്ട് ഷെയറാണ് മാക്സിമം കുറച്ച്. അതുകൊണ്ടാണ് അൻവർ എപ്പോഴും പറയുന്നത് എല്ലാ വീടുകളും ഞാൻ കയറി ഇറങ്ങി, എല്ലാ നേതാക്കന്മാരെയും ഞാൻ കണ്ടു, എല്ലാവരോടും സംസാരിച്ചു. അപ്പോൾ അവിടുന്ന് വർഷങ്ങളായിട്ടൊരു നാട്ടുരാജ്യം പോലെ ഈ പിന്നെ ആര്യാടൻ കുടുംബം കൊണ്ടുനടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ടുവരുമ്പോഴേ അത് നേരത്തെ ആര്യാടൻ മുഹമ്മദ് ആയാലും ലീഗിനോട് ഫൈറ്റ് ചെയ്തിട്ടാണ് ആര്യാടൻ മുഹമ്മദ് നിന്നത്. അങ്ങനെ ഒരു ചരിത്രം കൂടി അതിനുണ്ട്. അതെ. അല്ല അതെന്ന് പറയുന്നത് അവിടെ ശരിക്കും മലപ്പുറത്ത് ഒരു കോൺഗ്രസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ കോൺഗ്രസ് ഉള്ള മണ്ഡലം എന്ന് പറയുന്നത് നിലമ്പൂരാണ്. അങ്ങനെ ആര്യാടൻ മുഹമ്മദ് തന്നെയാണ്. കാരണം അവർക്ക് സത്യം പറഞ്ഞാൽ ഇടതുപക്ഷം അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർ ലീഗിനോടായിരുന്നു ഫൈറ്റ് ചെയ്തിരുന്നത്. പക്ഷേ മറ്റൊരാൾക്ക് കൂടി ഇത് വിഷയം കേട്ടോ. കാരണം നിലമ്പൂർ വരുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ്. പ്രിയങ്ക ഗാന്ധിക്കും ഒരു പ്രസ്റ്റീജ് പോരാട്ടമാണ്. കാരണം അവർ ഈ MP ആയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ്. അവരുടെ 7 കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഒന്നാണ് നിലമ്പൂർ. അപ്പോൾ ആ നിലമ്പൂരിൽ അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നതിനായിട്ട് പ്രയത്നിച്ചത് അൻവർ അടക്കമുള്ള ആളുകളാണ്. അന്ന് ഓർമ്മയില്ല, അൻവർ കഴിഞ്ഞ പ്രാവശ്യം 35 ആയിരുന്നു, ഇത് 36. ആര്യാടൻ ഷൗക്കത്തിന്റെ ഇപ്പോഴത്തെ പ്രസംഗത്തിൽ പറയുന്നത് ആ വിജയത്തിൽ അൻവറിന്റെ പങ്ക് എന്ന രൂപത്തിലാണ് പറയുന്നത്. അത് അൻവറിനെ പുകഴ്ത്തി, അതൊരു പോയിന്റ് ആണ്. ശ്രദ്ധിക്കേണ്ടത് 2021 2700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണല്ലോ അൻവർ വിജയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 2016 2021 കേരളത്തിൽ LDF തരംഗമുണ്ടായിരുന്നു അല്ലേ? 2016 2021 ആ തരംഗമുള്ളത്. അതുകൊണ്ടാണ് 99 സീറ്റിൽ വിജയിച്ചു വന്നത് LDF. ആ സമയത്താണ് നിലമ്പൂരിൽ 2700 വോട്ടുകൾക്ക് കഷ്ടിച്ച്, അതായത് LDF തരംഗം സംസ്ഥാനത്തുടനീളം നിൽക്കുമ്പോഴാണ് കഷ്ടിച്ച് 2700 വോട്ടിന് കടന്നുകൂടുന്നത് PV അൻവർ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ തന്നെ LDF ആ മണ്ഡലത്തിൽ വീക്ക് വിക്കറ്റിലാണ്, ഒരു സംശയവും വേണ്ട. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ നമ്മൾ ഈ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ആശാവർക്കർമാരുടെ പ്രശ്നം, SFIO ഇഷ്യൂ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയാം. അതിനകത്ത് ആൻഡ്രൂ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഈ വന്യജീവി ഇഷ്യൂ ആണ്. വന്യജീവി ഇഷ്യൂ അതാണ് ഏറ്റവും ക്രൂഷ്യൽ ഇഷ്യൂ ആയിട്ട് അത് മാറും. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് സാർ, അതിനകത്ത് ഒരൊറ്റ കാര്യം പറഞ്ഞത്, അതിനകത്ത് ഈ എന്തുകൊണ്ട് ഇവർ ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ വേണം എന്ന് പറയുന്നതിന് ഒരു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഭ, ക്രിസ്ത്യൻ സഭ മലയോര ജനതയുടെ കൂടെയാണ്. അവർ മലയോര ജനതയുടെ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അൻവറിൻ്റെയും തുറപ്പിയിട്ടതാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ക്രിസ്ത്യൻ സഭ ഈ പറഞ്ഞ മലയോര ജനതയുടെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് നിൽക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഒരു അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറയാൻ പറ്റില്ല. അനുഭവസ്ഥരാണ് VS ജോയ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന പരിസരം എപ്പോഴും ആശങ്കപ്പെടുത്തുന്നത്. 2 പഞ്ചായത്ത് വെച്ച് ബാക്കി മുഴുവൻ അതിർത്തി പങ്കിടുന്നത് പിന്നെ വനമായിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഇതിനകത്തൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു പ്രസക്തി ഉണ്ട്. അതാണ് ഞാൻ ഈ പറയുന്നത്. അതായത് 2700 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അൻവർ ജയിച്ചു കയറിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു വീക്ക് വിക്കറ്റിലാണ്. അതിന് കഴിഞ്ഞ പ്രാവശ്യം സഹായകരമായതാണ് ഞാൻ ഈ പറഞ്ഞ BDJസിൻ്റെ 4000 വോട്ട് പോയത് നിങ്ങൾ വെറുതെ കാണണ്ട. അതുമാത്രമല്ല, UDF ഒരു വിഭാഗം തന്നെ, UDF കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ പിന്നെ VV പ്രകാശിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ 2 ഘടകങ്ങൾ ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം PV അൻവറിനെ വിജയിപ്പിച്ചത് അവിടെ. അല്ല എങ്കിൽ PV അൻവർ വീക്ക് വിക്കറ്റിൽ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അതേ സാധനമാണ് ഒരിക്കൽ കൂടി
അവിടെ പിന്നെ കോൺഗ്രസ് CPM പരീക്ഷിക്കാൻ പോകുന്നത് അതിൻ്റെ പരീക്ഷണശാലയായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. നിലമ്പൂർ മണ്ഡലത്തിൻ്റെ സെക്കുലർ നേച്ചറിനെ കുറിച്ചല്ല, സെക്കുലർ മണ്ഡലമായിരിക്കും, പക്ഷേ അതിനകത്തൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പോസിബിൾ ആണ്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി തുറു ഇപ്പം ഞാൻ പറയുന്ന ഒരു 5000-6000 വോട്ട്, 4000 വോട്ട് BDS അവിടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതാണല്ലോ കുറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ. ആ 4000 പ്ലസ് ഒരു 2000-3000 വോട്ട് ഇത്തരത്തിലുള്ള ചില കനലൊരു തരിമതി എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ചില പിന്നെ നീക്കങ്ങളിലൂടെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു 7000 വോട്ട്സിൻ്റെ ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ആശാ പ്രശ്നം ഉണ്ടാകും, SFI ഉണ്ടാകും, വന്യജീവി സംരക്ഷണ പ്രശ്നം ഉണ്ടാകും, ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടാകും, ക്ഷേമ പെൻഷൻ ഉണ്ടാകും, ഒട്ടേറെ ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. 7000 വോട്ട് വിൽ ഡിസൈഡ്. ആ 7000 വോട്ട് എങ്ങനെ ആര് മറിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് കറക്റ്റാണ് ഉണ്ണി സാർ പോലെ. അത് ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് അൻവർ. കാരണം നിങ്ങൾ ഓർമ്മയുണ്ടോ, ഈ പരിപാടി ഇപ്പം കഴിയത് ഈ പ്രശ്നം ഉണ്ടായതിന് ശേഷം വന്നു കഴിയുമ്പോൾ നേരെ പോയി കളിച്ചിക്കുളുങ്കര പോയിട്ട് വെള്ളാപ്പള്ളി നടേശനെ കണ്ടിട്ട് ഒരു ഷാളൊക്കെ രണ്ടുപേരും ഒന്നിച്ച് പത്രസമ്മേളനം നടത്തി ഓർമ്മയുണ്ടോ? ഈ അടുത്ത കാലത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ ചിലപ്പോൾ വോട്ട് പറിച്ചു കൊടുത്തിട്ടുണ്ടാവും ആ സമയത്ത്. അതുകൊണ്ടായിരിക്കും വെള്ളാപ്പള്ളി നടേശൻ പോയിട്ട് 4000 വോട്ട്സ് മാറിയിട്ടുണ്ടെന്നേ. അത് NDAക്ക് പോയിട്ടില്ല. 8500 വോട്ടേ BJPക്ക് കിട്ടിയിട്ടുള്ളൂ. ആ 4000 വോട്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആവിയായി പോവില്ല. ആ 4000 വോട്ട് കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പോൾ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം LDFനൊപ്പം ആണ് പോൾ ചെയ്തത്. അതിനോടൊപ്പം ഈ പറയുന്നൊരു ആൻറ്റി മുസ്ലിം വികാരം കൂടി ചെറിയ രീതിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒരു 2000 to 3000 വോട്ട് വരെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ക്രൂഷ്യൽ ഫാക്ടർ. ശരി, നമ്മുടെ നിലമ്പൂർ ചൂണ്ടുപലകയാകുമോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്നാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടത്.